ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേവീ ദർശനം, അതായത് സ്വപ്നത്തിൽ ദേവീ ദർശനം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് സ്വപ്നത്തിൽ ദേവീ ദർശനം ഉണ്ടാകുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ദേവിയുടെ ഓരോ ഭാവങ്ങളാണ്, നമ്മൾ കാണുന്ന ഓരോ ഭാവങ്ങളിലാണ് ആ ഒരു ഭാഗ്യം നമ്മളെ തേടിയെത്തുക. അതായത് ദേവി നല്ല അതിസുന്ദരിയായിട്ട് ഒരുങ്ങി കയ്യിൽ ലക്ഷ്മി രൂപത്തിൽ, അതായത് ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ കയ്യിൽ സ്വർണ്ണം കുടത്തിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതായിട്ട്, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഭാഗ്യം, അതായത് നമുക്കൊരു വളരെ ഭാഗ്യം നമ്മളെ തേടി വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്, ദേവിയുടെ കൃപയാൽ വരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ദേവി ചുമന്ന പട്ടുസാരിയിൽ, ചുമന്ന കളറിലുള്ള പട്ടുസാരി ഉടുത്ത് ദേവിയെ ഒരു എന്താ പറയുക, ദുർഗയായിട്ട് കാണുകയാണ്. ദുർഗയായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ശത്രുവിന്മേൽ, അതായത് ഏതെങ്കിലും തരത്തിൽ ശത്രുദോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിന്മേൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു. അതാണ് അതുമൂലം ദുർഗാദേവിയെ കാണുന്നത് തന്നെ അതാണ് ഫലം. അപ്പം ദേവി അറിയാമല്ലോ, ദേവിയുടെ വാഹനമായ സിംഹവും പിന്നെ അതുപോലെ തന്നെ ദേവി നല്ല ചുമന്ന പട്ടൊക്കെ ഉടുത്തിട്ട് അങ്ങനെ എല്ലാ ആയുധധാരണയായിട്ട് നിൽക്കുന്ന ആ ദേവീ രൂപം കാണുകയാണെങ്കിലാണ് ശത്രുവിനാശമാണ് ഫലമായിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ സ്വപ്നത്തിൽ ദേവിയെ വളരെ എന്താ പറയുക, സ്വർണ്ണവർണ്ണത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വർണ്ണവർണ്ണത്തിൽ അതിസുന്ദരിയായിട്ട് നല്ല സ്വർണ്ണ കളറുള്ള സാരിയൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വളരെയധികം, ദേവിയുടെ അനുഗ്രഹത്താൽ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് കാണുന്നത്. ഭദ്രാരൂപത്തിൽ ദേവിയെ കാണുകയാണ്, അതായത് ഭദ്രകാളി സങ്കല്പത്തിൽ ദേവിയെ കാണുകയാണ്. അപ്പോൾ അറിയാമല്ലോ ഭദ്രകാളിയുടെ ആ ഒരു നീച്ചലൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ദേവിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശത്രു ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് പിന്നെ ദേവീക്ഷേത്രങ്ങൾ, ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ പോവുക. അതായത് നിങ്ങൾ ഈ സ്വപ്നം കാണുകയാണെങ്കിൽ അതിന് പിറ്റേ ദിവസം തന്നെ അവിടെ പോയി ദേവിക്ക് മഞ്ഞപ്പട്ട്, പിന്നെ മഞ്ഞപ്പട്ടല്ല, ചുമന്ന പട്ട്, അതുപോലെ തന്നെ നാരങ്ങാമാല, അതുപോലെ നാരങ്ങ